സാർ, റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിക്കേണ്ട വിവിധ സേവനങ്ങൾ അക്ഷയ സെൻറ്റർ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ഇതിനായി വലിയൊരു തുക ഫീസായി നൽകേണ്ടി വരുന്നു. ഈ കേന്ദ്രങ്ങളിൽ പലപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ആയതിനാൽ ഇത്തരം സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാവുന്ന രീതിയിൽ റവന്യൂ വകുപ്പ് മൊബൈൽ ഫോൺ ആപ്പ് കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കാമോ? സാർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ റവന്യൂ സേവനങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാവർക്കും മനസ്സിലാവുക എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു റവന്യൂ സാക്ഷരതയ്ക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിൽ ഭൂനികുതി കൊടുക്കുന്നതിനായിട്ടുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ളതും ആയതുവഴി ഏതാണ്ട് 24,596 പേയ്മെൻറ്റുകൾ ലഭിച്ചിട്ടുള്ളതുമാണ്. ഈ സാമ്പത്തിക വർഷം തന്നെ 6,000-ഓളം പേയ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെട്ട യൂസർ ഇൻ്റർഫിയൻസ്, യൂസർ എക്സ്പീരിയൻസ് സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ 100 ദിന പരിപാടികളുടെ ഭാഗമായി തയ്യാറാക്കി വരികയാണ്. 3 ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കുന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷൻ പൂർണ്ണമായി സജ്ജമാകുമ്പോൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് തന്നെ അവരുടെ മൊബൈലിലൂടെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ചെയ്യാനും പേയ്മെൻറ്റ് നടത്താനും ഒക്കെ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, ഒറ്റത്തവണ കെട്ടിട നികുതി അടയ്ക്കുന്നതിന് പോർട്ടൽ നിലവിലുണ്ടെങ്കിലും അപ്പീൽ നൽകുന്നതിന് സൗകര്യം ഇല്ല. ഇതിനായി ഒരു പോർട്ടൽ കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കുമോ? ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചു വളരെ പ്രസക്തമായ കാര്യമാണ്. താലൂക്ക് തലത്തിൽ തീർപ്പാക്കുന്ന ഒറ്റത്തവണ കെട്ടിട നികുതി പക്ഷേ അപേക്ഷ അപ്പീലായി റവന്യൂ ഡിവിഷൻ മുമ്പാകെ കൊടുക്കുമ്പോൾ ഒരു വെബ് പോർട്ടൽ വേണ്ടതുപോലെ ഇപ്പോൾ ഇല്ല. അങ്ങനെ ഒരു വെബ് പോർട്ടൽ പൈലറ്റ് ടെസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. സാർ, അപ്പീൽ കൊടുക്കുന്ന സമയത്ത് അടയ്ക്കേണ്ടതായിട്ടുള്ള 100 രൂപയുടെ ലീഗൽ ബെനിഫിറ്ററി ഫണ്ട്, 50 രൂപയുടെ ക്വാർട്ടർലി സ്റ്റാമ്പ് എന്നതുൾപ്പെടെ ഓൺലൈനിലൂടെ അടയ്ക്കാൻ കഴിയുന്ന സംവിധാനത്തോടു കൂടിയാണ് ഈ പോർട്ടൽ രംഗത്ത് കൊണ്ടുവരുന്നത്. എന്ന് മാത്രമല്ല, കക്ഷികൾക്ക് അപ്പീൽ കൊടുത്താൽ അവരുടെ സ്റ്റാറ്റസ് അറിയാൻ ഉള്ള SMS സൗകര്യമുണ്ട്, ഹിയറിംഗ് നോട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്, അതുപോലെ തന്നെ അപ്പീൽ ഓർഡർ ഡൗൺലോഡ് ചെയ്യുന്ന സൗകര്യമുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം കൂട്ടി ഈ ഒറ്റ തവണ നികുതിക്ക് RDO മുമ്പാകെ അപ്പീൽ കൊടുക്കുന്നതിൻ്റെ എല്ലാ ഘട്ടത്തിലും ഇടപെടാൻ ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കും. ആ പോർട്ടൽ ടെസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. 100 ദിന പരിപാടിയിൽ നമ്മൾ പുറത്തിറക്കും.